ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഏറ്റവും കണ്ടുവരുന്നൊരു ആരോഗ്യ പ്രശ്നമാണ് അമിതവണ്ണം എന്നുള്ളത്. ഈ അമിതവണ്ണത്തിന് കുട്ടികളിൽ വരുന്ന അമിതവണ്ണത്തിന് പ്രധാനമായ കാരണം അവരിൽ ഉള്ള വ്യായാമക്കുറവ്, അതേപോലെ തന്നെ അവർ അവലംബിച്ച് പോരുന്ന ഭക്ഷണ രീതിയാണ്. ഈ ഭക്ഷണ രീതിയിൽ പ്രത്യേകിച്ചും പലപ്പോഴും കുട്ടികൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായി കാലറി അടങ്ങിയിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ പലപ്പോഴും കുട്ടികളിൽ അവർക്ക് ഏറ്റവും പ്രിയമേറിയത് പലപ്പോഴും പാക്കറ്റിൽ ലഭ്യമായ ഭക്ഷണങ്ങളും, അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ്, ഉദാഹരണത്തിന് സോസേജസ്, നഗ്ഗറ്റ്സ്, അതുപോലെ തന്നെ നൂഡിൽസ് എന്നീ ഭക്ഷണത്തോടൊരു അമിതമായ താല്പര്യം കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇന്ന് കുഞ്ഞുങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് പൊറോട്ടയുടെ ഉപയോഗം വളരെയധികം കൂടി വരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് മാംസാഹാരത്തിൻ്റെ ഉപയോഗവും ഒക്കെ കൂടി വരുന്നു. എന്നാൽ താരതമ്യേന കുഞ്ഞുങ്ങളിൽ പലപ്പോഴും പച്ചക്കറികളുടെ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളുടെ, അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഉപയോഗം വളരെ കുറവാണ്. ഇങ്ങനെ നമുക്ക് പലപ്പോഴും ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞു വരുമ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അപര്യാപ്തത കുഞ്ഞുങ്ങളുടെ ശരീരത്തുണ്ടാവുകയും എന്നാൽ ഒരു അമിതവണ്ണം കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും കുട്ടികളിൽ തന്നെ മുതിർന്നവരിൽ വരുന്ന പല അസുഖങ്ങളും വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവാനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? ഒന്ന്, കുഞ്ഞുങ്ങളെ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ഒരു സ്ഥലത്ത് തന്നെ കുറേ സമയം ഇരിക്കുന്നതിൽ നിന്നുമൊക്കെ അവരെ പിന്തിരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ മുതലേ അവരിൽ നല്ലൊരു ഭക്ഷണ രീതി ഉണ്ടാക്കിയെടുക്കുക. അതായത് പ്രധാനമായിട്ടും നമ്മളിപ്പം മധുരപലഹാരങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ തോത് കുറയ്ക്കുക. അതേപോലെ തന്നെ ഒരു ആരോഗ്യകരമായ ഭക്ഷണ രീതി എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ നമ്മളിപ്പം ഒരു കുട്ടിക്ക് പാലോ മറ്റോ കൊടുക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കാതെ തന്നെ ചെറുതിലേ മുതലേ ശീലിപ്പിക്കുക. അപ്പം അവർക്ക് അങ്ങനെയുള്ളൊരു മധുരത്തോടുള്ളൊരു അമിതമായ ആസക്തി ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മളുടെ വീടുകളിൽ പാക്കറ്റിലുള്ള ബിസ്ക്കറ്റുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും വാങ്ങി വെച്ചിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് പകരം അങ്ങനെയുള്ള ഫുഡ്സ് നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതോ ഒക്കെ ഒരു പരിധിവരെ തടയുക. എന്നിട്ട് അവർക്ക് ലഘുഭക്ഷണമായിട്ടും മറ്റും ഫ്രൂട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, അല്ലെ പച്ചക്കറികൾ കൊണ്ടുള്ള കൂടുതൽ സ്നാക്സ്, വീട്ടിൽ തന്നെ പാകം ചെയ്യുന്ന സ്നാക്സ്, ഇവയൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുവഴി നമുക്ക് കുഞ്ഞുങ്ങളിൽ വരുന്ന അമിതവണ്ണം തടയാം. ആ അമിതവണ്ണം വഴി വരുന്ന ജീവിതശൈലി രോഗങ്ങളും തടയാൻ സാധിക്കുന്നതായിരിക്കും.